എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയാ. നമുക്കിന്നൊരു ചോളവും കടലപ്പരിപ്പും മുതിരയും സാബുനരിയെല്ലാം കൂടി ഇട്ടിട്ടുള്ള ഒരു ദോശ ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു കപ്പ് ചോളം, മണിച്ചോളം, വെള്ളച്ചോളാണ് കണ്ടില്ലേ, അതിരിക്കട്ടെ. എനിക്കൊരു 1/4 കപ്പ് മുതിരയും 1/4 കപ്പ് സാബുനരി അതും ചേർത്ത് കൊടുത്തിട്ട് 1/4 കപ്പ് കടലപ്പരിപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉലുവ. ഇതെല്ലാം കൂടി ഒന്ന് കഴുകിയിട്ടെടുത്ത് കൊണ്ടുവരാം. നല്ലോണം കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഞാനിതൊരു ഓവർനൈറ്റ് കുതിരാൻ വെക്കുന്നുണ്ട്. അതാണ് ഇരിക്കട്ടെ. രാവിലെ ആയിട്ടുണ്ട്, കണ്ടില്ലേ, നല്ലോണം വെള്ളമെല്ലാം വലിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം തന്നെ ഒഴിച്ചിട്ട് നമുക്കിത് നല്ലോണം ഒന്ന് ദോശമാവിൻ്റെ അളവിൽ നമുക്കൊന്ന് അരച്ചിട്ട് എടുക്കാം. ഒന്ന് മിക്സി ജാറിലിട്ട് കൊടുത്തിട്ട് അരക്കാം. കണ്ടില്ലേ, ആ വെള്ളം തന്നെ ഒഴിച്ചിട്ട് നോക്കി ചേർത്ത് കൊടുത്തിട്ട് അരച്ചോളെ. എന്നിട്ട് പിന്നെ വേണമെങ്കിൽ മറ്റേ സാധാരണ വെള്ളവും ചേർക്കാം. ഒന്ന് അരച്ച് വന്നേരം ഞാനതിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം ഞാനോട് പിന്നെ ഉപ്പിടും ദോശ ചൂടുമ്പോൾ മറന്നു. അതുകൊണ്ടാണ്. നിങ്ങൾക്ക് കഴിയുന്നോ പിന്നെ മാവ് പുളിച്ചതിന് ശേഷം ഉപ്പിടുന്നതായിരിക്കും നല്ലത്. കാരണം എന്നാൽ അധികം പുളിച്ചു പോവില്ല പെട്ടെന്ന്. ഇതിപ്പോൾ ഒരു 6 മണിക്കൂറെല്ലാം വെക്കുമ്പോഴത്തേക്ക് തന്നെ നല്ലോണം പുളിച്ച് വരുന്നുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു അയവിലാണ് ഇത് വേണ്ടത്. നല്ല വെള്ളം പോലെ കണ്ടില്ലേ. ഇങ്ങനെയാവുമ്പോൾ നിങ്ങൾ ഒരു 5-6 മണിക്കൂർ വെക്കുമ്പോഴത്തേക്ക് തന്നെ നല്ലോണം കട്ടിയായി വരും. ഒരു 6 മണിക്കൂർ കഴിഞ്ഞിട്ട് കാണാം. കണ്ടോ, 6 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നല്ല കട്ടിയായി വന്നില്ലേ. അപ്പോൾ ചുടുമ്പോൾ കുറച്ച് കട്ടി തന്നെ ചുടണം കേട്ടോ. നമ്മൾ സാധാരണ ദോശമാവിൻ്റെ അയവല്ല, എന്നാൽ ഇഡ്ലി മാവിൻ്റെ അയവും അല്ല. അങ്ങനെ ഒത്തൊരു അയവിലാണ് ചുടേണ്ടത്. കണ്ടില്ലേ, കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. അധികം വെള്ളം വേണ്ട. ഞാനൊരു 1/4 ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയിട്ട് കണ്ടേ ഈ ഒരു അയവിൽ എടുക്കണേ. അപ്പോൾ അതിന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് അതൊരു ഭാഗത്തിരിക്കട്ടെ. ഇനി നമുക്കൊരു ചട്നി അരക്കാം. കണ്ടില്ലേ, ഇതല്ല വേണ്ടത്. 3 തക്കാളി, 1 വലിയുള്ളി, ഒരു 5-6 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി. അതവിടെ ഇരിക്കട്ടെ. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ 1 ടേബിൾ സ്പൂൺ നല്ലെണ്ണ, അതായത് ജിഞ്ചലി ഓയിലാണ് ചേർത്ത് കൊടുത്ത്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകം നല്ലോണം പൊരിഞ്ഞ് വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പും. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ടീസ്പൂൺ വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ചട്നി കുറച്ച് കൂടുതൽ വേണമെങ്കിൽ ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ നന്നായിട്ടുണ്ടാവും. അപ്പോൾ അതൊന്നും നല്ലോണം മൂത്ത് വരുമ്പോൾ നമ്മൾ ഉള്ളിയും പിന്നെ വെളുത്തുള്ളിയും കൂടി അതിലങ്ങ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് വഴന്ന് വരട്ടെ. ഒന്നായി വരുമ്പോൾ ഇതിലേക്ക് കറിവേപ്പിലയും ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഒരു ഗ്ലാസ് പരുവം. ആ സമയത്ത് ഒരു കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കുക. ഇഞ്ചിയും ചേർത്ത് അതൊന്ന് വാടിക്കോട്ടെ. അതിനുശേഷം ലേശം പുളിയാണേ. നിങ്ങളെ പുളിപ്പിനനുസരിച്ച് എത്രയാണെന്ന് വെച്ചാൽ ചേർക്കാം. പുളിയും ഒന്ന് വാടിയതിന് ശേഷം ഒരു 5 കാശ്മീരി ചില്ലിയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. അത് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ആ മുറിച്ചിട്ട് വെച്ച 3 തക്കാളിയും ചേർത്ത് ഒന്ന് വാടിയതിന് ശേഷം ഉപ്പും 2 പിഞ്ച് പെരുങ്കായവും ചേർത്തിട്ട് ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം. കഴിഞ്ഞ്, അത്രയേ ഉള്ളൂ. ഒന്ന് വാടിയാൽ മതി. തക്കാളിക്കൊന്നും പിന്നെ അധികം വേവില്ലല്ലോ. എല്ലാം കൂടി മിക്സി ജാറിലിട്ടിട്ട് നല്ലോണം കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. കറിവേപ്പില നമ്മൾ ആദ്യം ചേർത്തതാണല്ലോ. ഇത് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ തന്നെയാണ് ഞാൻ ഉപയോഗിക്കുക. ഇനി ഇത്തിരി പഞ്ചസാര ചേർത്തിട്ട് ഒന്നും കൂടി അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ടേസ്റ്റെല്ലാം ഒന്ന് നല്ലോണം ഒന്ന് കൃത്യമായി കിട്ടും നമുക്ക്. ഉണ്ടല്ലേ ഈ ഒരു കട്ടിയിൽ. അത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഇത് വേണമെങ്കിൽ താളിക്കാം കേട്ടോ നിങ്ങൾക്ക്. ഞാൻ പിന്നെ താളിക്കൊന്നുമില്ല, ഞാൻ ഇങ്ങനെ തന്നെ അങ്ങ് കൂട്ടുകയുള്ളൂ. അപ്പോൾ അതൊരു ഭാഗത്തിരിക്കട്ടെ. നമുക്ക് ദോശ ചുടാൻ തുടങ്ങാം. കല്ല് ചൂടായി വരുന്നുണ്ട്. അതിലേക്ക് നല്ലോണം ഒരു കരണ്ടി മാവ് കോരി ഒഴിച്ചിട്ട് നല്ലോണം അങ്ങ് പരത്തി കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് മേലെ ആറുന്നവരെ കാക്കാം. ഒന്ന് കാത്താൽ മേലെ ഒന്ന് പെട്ടെന്ന് ആറി കിട്ടുമല്ലോ. ഈ സമയത്ത് മൂടി എടുത്തിട്ട് നമുക്ക് കുറച്ച് നെയ്യാക്കി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് ഓയിലാണ് ഇഷ്ടമെന്ന് വെച്ചാൽ ഇപ്പം വേണമെങ്കിൽ ആക്കി കൊടുക്കാം. ഇനി ആക്കി കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് ഇതൊന്ന്
പിന്നെ ഒന്ന് മൂടി വെച്ചാൽ അപ്പോഴത്തേക്ക് അടിയെല്ലാം കരിഞ്ഞ് കിട്ടും. ദോശേൻ്റെ കാര്യമല്ലേ നിങ്ങൾക്ക് അറിഞ്ഞൂടെ. റെഡി ആയിട്ടുണ്ട്. അതേപോലെ ബാക്കിയുള്ളതും നമുക്ക് ചുട്ടെടുക്കാം. പിന്നെ കുറച്ച് കട്ടിയിലാണേ, അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, അധികം വെള്ളം പോലെ ആയിപ്പോണ്ട. അപ്പോൾ അതേപോലെ എല്ലാ ദോശയും ചുട്ടെടുക്കാം. നമ്മളെ ദോശയും ചട്നിയും എല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ല കണ്ടേ, നല്ല സോഫ്റ്റായിട്ടും ഉണ്ടാവും. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ക്രിസ്പി ആയിട്ടും വേണമെങ്കിൽ ചൂടാം. കണ്ടോ, ഒന്ന് ഞാൻ ക്രിസ്പി ആയിട്ടാണ് എടുത്തത്. നല്ല പൊട്ടി വരുന്നുണ്ട്, കണ്ടോ, നല്ല കൃകൃന്നാകുന്നുണ്ട്. ഇത് കുറച്ച് സോഫ്റ്റാണ്. അപ്പോൾ അങ്ങനെയും ചൂടാം, ഇങ്ങനെയും ചൂടാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി കഴിച്ചു നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട. താങ്ക് യു.